ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന 5 ചെറിയ ശീലങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ജീവിതം മാറ്റുക എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം വരുന്നത്? ജീവിതം മാറ്റുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സിനിമകളിലെ മോട്ടിവേഷൻ രംഗങ്ങളായിരിക്കും ഓടിയെത്തുന്നത്. കഠിനാധ്വാനത്തിലൂടെയും വിൽപവറിലൂടെയും സ്വയം രൂപപ്പെടുത്തുന്നതും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചേഞ്ച് ആക്കുന്നതും അതൊക്കെ സിനിമയിൽ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇതൊരു നല്ല സമീപനമാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ പുതുവർഷ പ്രതിജ്ഞകൾ എടുക്കുന്ന 80% ആളുകളും ഫെബ്രുവരി 2ാം ആഴ്ചയോടെ അത് ഉപേക്ഷിക്കുന്നു. കാരണം അതൊരു അമിത ഭാരമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അത്യധികം ശക്തിയോടെ ആരംഭിച്ചാൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. നിങ്ങൾക്കൊരു ജിം മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാനും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിനൊരു സ്ഥിരതയില്ലെങ്കിലോ ഒന്നും നടക്കില്ല. എന്നാൽ കൂടുതൽ നല്ലത് എന്താണെന്നറിയാമോ? സുസ്ഥിരമായ ഒരു സമീപനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിനായി ചെറുതായി ചില പുതിയ ശീലങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് 5 ശീലങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായി തോന്നാം, പക്ഷേ ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കും. ഇത് ഒരു ലൈഫ് ഹാക്കൊന്നും അല്ല, മറിച്ച് ഒരു ജീവിത ശൈലിയുടെ പുനർനിർമ്മാണം തന്നെയാണ്. ഇനി എന്താണ് ആ ലളിതമായ ശീലങ്ങൾ എന്ന് നോക്കാം. നമ്മുടെ ശരീരവും മനസ്സും ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരു ഹൈ സ്പീഡ് ലാപ്ടോപ്പ് പോലെയാണ്. നമ്മുടെ ലാപ്ടോപ്പിൽ ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്തിട്ടാൽ അത് ഹാങ് ആകും, അല്ലേ? നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും അതവിടെ ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ തലച്ചോറും പ്രവർത്തിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സും പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുള്ള ടാസ്കുകൾ, അതായത് പൂർത്തിയാക്കാത്ത ജോലികൾ, നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന ജോലികൾ, മറുപടി അയക്കാത്ത മെസ്സേജുകൾ, പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ, അവസാന തീയതി കഴിഞ്ഞ ബില്ലുകൾ, പിന്നീട് അടയ്ക്കാമെന്ന് മാറ്റിവെക്കുന്ന ബില്ലുകൾ, ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ഊർജത്തെ കളയുന്നു. അതിനൊരു പരിഹാരം വേണ്ടേ? ഈ ശീലം എന്നെ ഒരുപാട് സഹായിച്ചു, നിങ്ങളെയും സഹായിക്കുമെന്ന് എനിക്കറിയാം. അതിന് വേണ്ടി നമുക്ക് 2 മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. വളരെ ലളിതമാണ്. ഒരു ജോലി 2 മിനിറ്റിൽ താഴെ സമയമെടുക്കുകയാണെങ്കിൽ അത് ഉടനെ ചെയ്തു തീർക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് മറുപടി നൽകേണ്ട മെസ്സേജ് ആണെങ്കിൽ ഒരാൾക്ക് ഉടനെ തന്നെ മറുപടി കൊടുക്കുക. നിങ്ങളുടെ കിച്ചണിലെ സിങ്കിൽ കിടക്കുന്ന പ്ലേറ്റ് കഴുകാൻ അപ്പോൾ തന്നെ കഴുകി വെക്കുക. അതുപോലെ 2 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക. പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഇതിൻ്റെ ഗുണം എന്താ? നമുക്ക് പലപ്പോഴും ഒരു ചെറിയ ജോലി ഒരു തവണ ചെയ്യേണ്ടത് 3-4 തവണ ചെയ്യേണ്ടി വരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇമെയിലിന് നമ്മൾ മറുപടി കൊടുക്കുന്നത്, ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നു, അത് വായിക്കുന്നു, വീണ്ടും അത് ഓർത്ത് പിന്നെ ഓപ്പൺ ചെയ്യുന്നു, മറുപടി കൊടുക്കുന്നു. ഇത് ഒറ്റത്തവണയാണെങ്കിലോ, ഒറ്റത്തവണയായി ചെയ്താലോ ഇത് നിങ്ങളുടെ മാനസിക ഊർജം വലിയ തോതിൽ ലാഭിക്കും, സമയവും ലാഭിക്കും. ഒന്നാമത്തെ ശീലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ജോലി 2 മിനിറ്റിൽ താഴെ സമയമെടുക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് മാനസിക ഊർജവും സമയവും ലാഭിക്കാം. ഇനി നമ്പർ 2, അതായത് സ്ട്രെസ്, സ്ട്രെയിന്, ആൻസൈറ്റി എന്നിവയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ. അതാണ് രണ്ടാമത്തെ ശീലം. നിങ്ങളുടെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ, അതായത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും തളർച്ച അനുഭവപ്പെടുന്നു, എത്ര ഉറങ്ങിയാലും 6, 7, 8 മണിക്കൂർ ഉറങ്ങിയിട്ടും ശരിയായ ഭക്ഷണം കഴിച്ചിട്ടും
നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ടും പഴയ ഉന്മേഷം കിട്ടിയില്ലെങ്കിൽ, ഈ കാര്യം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഇത് വളരെ എളുപ്പമാണ്, സൗജന്യമാണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതിനുള്ള പരിഹാരം ഡബിൾ ഇൻഹെയിൽ ടെക്നിക്കാണ്. ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കണ്ണുകൾ അടച്ച് മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം എടുക്കുക. 5 സെക്കൻഡ്. ശ്വാസം ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശേഷം വായിലൂടെ ചെറുതായി ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ഒരു കാര്യം 2-3 തവണ ചെയ്താൽ തന്നെ നമ്മുടെ സ്ട്രെസ് 30% കുറയും. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതായത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അതിന് മുമ്പായി ഉപയോഗിക്കാം, ആങ്സൈറ്റി ഉള്ളപ്പോൾ ഉപയോഗിക്കാം, ഉറങ്ങാൻ കിടക്കുന്ന സമയം ഉറക്കം വരുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. ഇനി നമ്പർ 3, നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ നമ്മുടെ കംപ്ലീറ്റ് എനർജി ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ? നമ്മുടെ ബാറ്ററി എവിടെയാണ് ചോർന്നു പോകുന്നത്? 1 മണിക്കൂറിൽ ഫോണിൽ 60+ വീഡിയോസ് സ്ക്രോൾ ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സും ഫോണും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ, ഇതിനുള്ള പരിഹാരം എന്താണ്? അവധി ദിവസങ്ങളിലും ആളുകൾ ഫോണിൽ തന്നെയാണ് കൂടുതൽ നേരവും ഇപ്പോൾ ചെലവഴിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ബോറടിക്കുന്നത് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുക. ബോറടിക്കുന്നത് ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ബോറടിക്കുന്നതിനെ ഒരു റീചാർജായും പോസിറ്റീവായും മാറ്റണം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സമാധാനം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ കഴിയും. നിങ്ങൾ എപ്പോഴും മറ്റൊരാളുമായി വെർച്വലായിട്ട് സമയം ചിലവഴിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും പലപ്പോഴും നിങ്ങൾ മറ്റൊരാളുമായി ഏകപക്ഷീയമായ സംഭാഷണത്തിലാണ് സമയം ചിലവഴിക്കുന്നത്. ഇതിനുള്ള പരിഹാരം ദിവസം 30 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ പോവുക. അല്ലെങ്കിലോ ഒരു നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതുക. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും, ആങ്സൈറ്റി കുറയും, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും കിട്ടും. 3ാമത്തെ ശീലം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് TV, ഫോൺ, സോഷ്യൽ മീഡിയ ഇവയെല്ലാം കുറച്ച് നേരത്തേക്കെങ്കിലും ഒഴിവാക്കുക. നമ്പർ 4, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുന്നത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 20 കിലോ ഭാരം കുറയ്ക്കണം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആദ്യ ആഴ്ചയിൽ തന്നെ ഞാനത് ഉപേക്ഷിക്കും. കാരണം ലക്ഷ്യം വളരെ വലുതാണ്, പ്രോഗ്രസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് തുടങ്ങുമ്പോൾ തന്നെ അവസാനിപ്പിക്കും. അതിനിപ്പോൾ പരിഹാരം എന്താ ചെയ്യുക? ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ആദ്യത്തെ 2 ആഴ്ചയിൽ 5 കിലോ, പിന്നെ 10 കിലോ, പിന്നെ 15 കിലോ. ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പ്രോഗ്രസ് കാണാൻ തുടങ്ങും. അത് രസകരവും ആവേശകരവുമായി തോന്നും. ഞാൻ ഓരോ പടിപടിയായി മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും. നിങ്ങളുടെ ലക്ഷ്യം എന്തുമാകട്ടെ, ഞാനിതിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ ലക്ഷ്യം 3-4 ചെറിയ ലക്ഷ്യങ്ങളാക്കി സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കും. കാര്യങ്ങൾ കൂടുതൽ അകലെയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നും. അതാണ് കാരണം. നിങ്ങളുടെ വലിയ ജോലികളെ കൂടുതൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ചെറിയ ചെറിയ ജോലികളാക്കി വിഭജിക്കുക. അപ്പോൾ 4ാമത്തെ ശീലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്പർ 5,
ഇരിക്കുന്നത് പുകവലിക്ക് തുല്യമാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. 8 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പുകവലിക്കുന്നവരെ പോലെ മരണത്തിനും രോഗങ്ങൾക്കും ഉള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ശീലം ദിവസത്തിൽ കുറച്ച് സമയം വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിനും വലിയ ഗുണം നൽകും. ഈ 5 ശീലങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലിസ്റ്റിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾ ആരംഭിക്കുക. അടിസ്ഥാനപരമായി ഇതെല്ലാം നമ്മെ ഒരേ ദിശയിലേക്കാണ് നയിക്കുക. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലളിതമായ ശീലങ്ങളാണിവ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്